സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരുമ്പോൾ തൃശൂരിൽ നിന്ന് കലാഭവൻ നൌഷാദ് വണ്ടി കയറുന്നത് 13 ശിഷ്യരുമായാണ്. 33 വർഷത്തെ കലോത്സവ ചരിത്രമെടുത്താൽ മോണോ ആക്ടിലെ 1ാം സമ്മാനാർഹരിൽ ഭൂരിഭാഗവും നൌഷാദിന്റെ ശിഷ്യരാണ്. ആയിരത്തി 1996 മുതൽ ഗ്രേഡിംഗ് സമ്പ്രദായം ആരംഭിക്കുന്നതുവരെ മോണോ ആക്ടിൽ 1ാം സമ്മാനം നേടിയ മിടുക്കർക്ക് പിന്നിൽ കലാഭവൻ നൌഷാദിന്റെ കയ്യൊപ്പുണ്ട്. മോണോ ആക്ട് മാത്രമല്ല, ഇംഗ്ലീഷ് സ്കിറ്റ്, മൈം എന്നിവയിലും ശിഷ്യരേറെ. ഇക്കുറി 13 ശിഷ്യരുമായാണ് കലോത്സവ വേദിയിലേക്കുള്ള ആശാന്റെ വരവ്. ആവനാഴിയിൽ പുതുമയുള്ള ഒട്ടേറെ വിഷയങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ ബോംബ് വെച്ച് കൊന്നതുക്ക് കരയാൻ എനിക്ക് മനസ്സില്ല. ഭഗത് സിംഗിന്റെ അമ്മയാ. 10 പുതിയ വിഷയങ്ങൾ ചെയ്യുന്നുണ്ട്. ആനുകാലികമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അപ്പോ അർജുൻ മനാഫ് വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അർജുന്റെയും മനാഫിന്റെയും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നവീൻ ബാബുവിന്റെ വിഷയം ഒന്നുകൂടെ ചെയ്യുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല അതിജീവനം, തിരൂരിൽ മലയാളി മനസ്സിന്റെ തീരാനോവായ അർജുൻ, പൗരത്വ ഭേദഗതി, നവീൻ ബാബുവിന്റെ മരണം, അങ്ങനെ വിഷയങ്ങൾ നിരവധി. എന്താണ് ഇതിന്റെ പേര്? മരണശേഷം മലയാള സാഹിത്യത്തിന്റെ കുലപതി MT വാസുദേവൻ നായർ തന്റെ കഥാപാത്രങ്ങളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന രംഗവും അരങ്ങിലെത്തും. ഞാൻ 7 കൊല്ലമായി കലോത്സവത്തിന് മത്സരിക്കുന്നു. ഇതുവരെ ജില്ലയിൽ പോയിട്ടുണ്ട്. 3 ഐറ്റം ചെയ്യുന്നുണ്ട്. ഞാൻ സാറിന്റെ അടുത്ത് പഠിച്ചപ്പോഴാണ് എത്രത്തോളം ഡീറ്റെയിൽ